ഞാനിവിടെ വന്നത് നിങ്ങളെ ആരെ ബുദ്ധിമുട്ടിക്കാനല്ല. കിരണിനെയും ദുർഗയും എൻ്റെ വിവാഹ നിശ്ചയം ക്ഷണിക്കാനാണ് വന്നത്. ഇത് തരാൻ. ഇതെന്താ? മേനോന് മിനിസ്റ്റേഴ്സിനും ഉദ്യോഗസ്ഥർക്കും ഇടയിലുള്ള സ്വാധീനം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന തെളിവുകൾ അടങ്ങിയ പെൻഡ്രൈവാണിത്. ഇതാ. അപ്പോ മേനോന് മന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലേ? ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ദുർഗ. മേനോനെ പോലെയുള്ള ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ കൂടിയേ തീരൂ. അത് തെളിയിക്കാൻ വേണ്ട എല്ലാ തെളിവുകളും ഈ പെൻഡ്രൈവിലുണ്ട്. ജനങ്ങളെ സേവിക്കേണ്ട പൊതുപ്രവർത്തകര് അവർക്ക് ദ്രോഹം ചെയ്യുന്ന ഇതുപോലുള്ള ക്രിമിനൽസുമായിട്ട് ചേർന്ന് അവരെ പറ്റിക്കുന്നത് ക്ഷമിക്കാൻ പറ്റില്ല. അതെ, ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം. അതെ, അതിനുവേണ്ടിയാ ഇത്രയും പാടുപെട്ട് ഞാൻ ഈ തെളിവുകളൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ പെൻഡ്രൈവ് പൂർണ്ണിമ ഏൽപ്പിക്കണം. ചാനലിലൂടെ വേണ്ട രീതിയിൽ പൂർണ്ണിമ ഇത് കൈകാര്യം ചെയ്തോളൂ. അതെ. അതെന്താ ചേട്ടനിത് താരയെ ഏൽപ്പിക്കാതിരുന്നത്? താരയും മീഡിയ ബിസിനസ് തന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ല ദുർഗ, താരയല്ല ഇതിനൊക്കെ യോജിച്ച ആള്. താര എടുത്തു ചാടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ കാര്യത്തിൽ എനിക്ക് മറ്റാരെക്കാളും വിശ്വാസം പൂർണ്ണിമയാണ്. അപ്പോ പൂർണിമേച്ചെ വിശ്വാസമാണല്ലേ? അതെ, പൂർണ്ണിമ എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ്. മോളെ, ധ്വനി, മോളിത് എവിടെ പോയി? മോള് കഴിച്ചോ? മോളെ, സഞ്ജയ്, ഇങ്ങോട്ട് വന്നേ. വേണ്ട ചേച്ചി. ചേച്ചി മോളെ വിട്. ചേച്ചി മനസ്സിലാക്കി. ചേച്ചി പ്ലീസ്. ചേച്ചി വേണ്ട. അയ്യോ, നിങ്ങളോട് ഇവിടെ വരരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? പിന്നെ എന്തിനാ ഇങ്ങനെ കയറി കയറി വരുന്നേ? ഇതിനൊക്കെ കാരണം നിങ്ങളാ. നിങ്ങളെ വേണം പറയാൻ. ഒന്നിന്നേ, ഞാനിവിടെ വന്നത് നിങ്ങളെ ആരെ ബുദ്ധിമുട്ടിക്കാനല്ല. കിരണിനെയും ദുർഗയും
എൻ്റെ വിവാഹ നിശ്ചയം ക്ഷണിക്കാനാണ് വന്നത്. ഇവര് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. വന്ന കാര്യം ചെയ്തു, ഇനി പോവാ. മേഡത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ സോറി. സോറി. എന്തിനാ ചേട്ടാ വെറുതെ? ഏ എന്നാ ശരി, കാണാം. ആ പോട്ടെ ദുർഗ. ഡോ അയാൾക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ട് എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത്. എൻഗേജ്മെന്റ് ക്ഷണിക്കാൻ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കെന്താ പ്രശ്നം? ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അയാൾ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ ചേട്ടാ. ഓ വന്നോ രണ്ടാളും? ഞാൻ കരുതി ആ സഞ്ജയുടെ കൂടെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിങ്ങിന് പോയി കാണുന്നു. ചേച്ചി വേണ്ട ദുർഗ, നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? എന്തിനാ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി സഞ്ജയ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിങ്ങൾക്ക് സഞ്ജയുടെ കാര്യം വരുമ്പോ മാത്രം എന്താ ഈ മാറ്റം? എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? എന്താ 3 പേരും കൂടി ഒരു ചർച്ച? എന്താ രണ്ടാളും മിണ്ടാത്തെ? നാവ് ഇറങ്ങിപ്പോയോ? ചേച്ചി അത് സഞ്ജയ് ചേട്ടൻ ഞങ്ങളെ എൻഗേജ്മെന്റ് വിളിക്കാൻ വന്നതൊന്നും അല്ല. ദാ ഇത് തരാനാ വന്നത്. അതെ ചേച്ചി, ചേട്ടൻ വെറുതെ ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞേ. സഞ്ജയ് പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ അതിൽ എനിക്കെന്താ കുഴപ്പം? ആ അതൊക്കെ പോട്ടെ, ഈ പെൻഡ്രൈവ് ഏതാ? ഇതിലെന്താ ഉള്ളത്? മേനോനും മിനിസ്റ്ററുമായുള്ള രഹസ്യബന്ധം തെളിയിക്കുന്ന പെൻഡ്രൈവാ ഇത്. മിനിസ്റ്ററോ? ആദ്യം ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കിതേ ഞെട്ടലാ തോന്നിയത്. എല്ലാത്തിൻ്റെ വ്യക്തമായ തെളിവ് ഇതിലുണ്ടെന്നാ സഞ്ജയ് ചേട്ടൻ പറഞ്ഞത്. അതെ, ഇത് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞാ ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്റെ കൈ തരാനോ? അതെന്താ? സഞ്ജയ് വർക്ക് ചെയ്യുന്നത് താരക്കൊപ്പം അല്ലേ? പിന്നെ എന്തിനാ ഇത് എന്നെ ഏൽപ്പിക്കുന്നത്? ഇത് തന്നെ ഞങ്ങളും ചേട്ടനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് താരയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാനുള്ള കഴിവില്ല, അതൊക്കെ ചേച്ചിക്ക് അറിയൂന്ന്.